Hi, my name is Arshila Bismay. I am from Kottakkal. Now I am working as an online tutor in interval learning. Second baby ഒക്കെ ആയിട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന സമയത്തായിരുന്നു പുറത്ത് ജോബിനൊന്നും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് മക്കളൊക്കെ ചെറുതായിരുന്നു, അതുകൊണ്ട് പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇരുന്ന് ഗൂഗിളിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് പരിചയപ്പെട്ടത്. ആ സമയത്ത് അവരുടെയൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂലൊക്കെ ഓക്കെ ആവും, പക്ഷേ ലാപ്ടോപ്പ് മാൻഡറ്ററി ആണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ സ്കിപ്പ് ചെയ്തു. ആ ടൈമിൽ എൻ്റെ കയ്യിൽ അത് അവൈലബിൾ അല്ലായിരുന്നു. പിന്നെയാണ് ഞാൻ ഇൻ്റർവെൽ ലേണിങ്ങിൽ പരിചയപ്പെട്ടത്. അവരുടെ ഒരു ആഡ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്ത് നോക്കിയത്. ആ സമയത്ത് അവരെ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്ത് തന്ന് അതൊക്കെ ഓക്കെ ആയി. അങ്ങനെയാണ് ഞാൻ ഈ ഇൻ്റർവ്യൂലോട്ട് ജോയിൻ ആയത്. എനിക്ക് ടീച്ചിങ് ഫീൽഡിലൊന്നും ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഈ ഇൻ്റർവെൽ ലേണിങ്ങിൽ വന്നതിന് ശേഷം ഇപ്പം എൻ്റെ കരിയർ ഇതുമായിട്ട് മുമ്പോട്ട് പോയാലോ എന്നുള്ളതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് സ്റ്റുഡൻസിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റഡ് ഇല്ലാത്തൊരു ഫീൽഡ് ആയിരുന്നെങ്കിലും എനിക്കിതിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഒട്ടും ക്ഷമ ഇല്ലാത്ത ഒരാളായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഈ ടീച്ചിങ് ഫീൽഡിനോട് ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരുന്നത്. ഈവൻ എൻ്റെ മക്കളോടാണെങ്കിൽ പോലും എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അത് നമ്മൾ പുറത്തുള്ള ഒരു സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഒട്ടും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമില്ലാത്തതുകൊണ്ട് എനിക്കൊട്ടും ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല ഞാൻ ഈ ഫീൽഡിൽ. പക്ഷേ ഒരുപാട് സ്റ്റുഡൻസിന് എടുത്തതിന് ശേഷം എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റഡ് ആണ് ഇപ്പോൾ ഞാനിതിൽ. ഈ ഒരു 10 month ജേണിയിൽ എനിക്ക് 1000+ സെഷൻസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. എനിക്ക് ഒരുപാട് സ്റ്റുഡൻസിൽ ഈ ഒരു 10 month ജേണിയിൽ അല്ലെങ്കിൽ ഒരു 1 year ജേണിയിൽ എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഒരുപാട് സ്റ്റുഡൻസിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു, ആൾ 10th പഠിക്കുന്നത്. ആൾ ഈ ഒരു റീഡിങ് ബുദ്ധിമുട്ട് മെയിൻലി പറയുകയാണെങ്കിൽ ഒട്ടും റീഡ് ചെയ്യാൻ അറിയില്ല, 2 letter പോലും റീഡ് ചെയ്യാൻ അറിയാത്തൊരു ബുദ്ധിമുട്ടായിട്ടാണ് എൻ്റെ മുമ്പിൽ വന്നത്. അങ്ങനെ കുറച്ച് സെഷൻസ് മൂവ് ചെയ്തപ്പോൾ ആൾ 2 letter 3 letter 4 letters ഒക്കെ റീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ആൾ കുറച്ചും കൂടെ സെഷൻസ് മൂവ് ചെയ്തപ്പോൾ റീഡ് ചെയ്ത സ്റ്റോറീസൊക്കെ എനിക്ക് വാട്സപ്പിൽ ഓഡിയോ ആയിട്ട് അയക്കാൻ തുടങ്ങി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ആസ് എ ട്യൂട്ടർ എനിക്ക് ഒരുപാട് പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആണത്. കാരണം ഞാൻ ത്രൂ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർവെൽ ലേണിംഗ് ത്രൂ ആ കുട്ടിയിൽ ഇത്രയും ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത്. അതുപോലെ തന്നെ പാരൻസിൻ്റെ സൈഡിൽ നിന്ന് ഒരുപാട് നല്ല ഫീഡ്ബാക്ക്സ് കിട്ടാറുണ്ട്. അവരെ മക്കളിൽ ഇത്രയും ഒരു ചേഞ്ചസ് നമ്മളെ ഇൻ്റർവെൽ ലേണിംഗ് അല്ലെങ്കിൽ നമ്മുടെ ട്യൂട്ടേഴ്സ് ത്രൂ ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എൻ്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ അതിലും എനിക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഒട്ടും പേഷ്യൻസ് ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. അതിലെനിക്ക് പേഷ്യൻസ് കൊണ്ടുവരാൻ പറ്റി. ബിക്കോസ് നമ്മൾ ഓരോ ദിവസവും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള ഒരുപാട് സ്റ്റുഡൻസിനെയാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മൂഡിനനുസരിച്ചാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ എനിക്ക് പേഷ്യൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റിയിട്ടുണ്ട്. എന്തൊരു കാര്യത്തിനാണെങ്കിലും മറ്റൊരാളോട് ചോദിക്കേണ്ട ഒരു അവസ്ഥയിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ ടീം ഒരുപാട് സപ്പോർട്ടീവായിട്ടുള്ള ഒരു ടീമാണ്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ സിബിന മാം, എൻ്റെ CRO ആണ്. സിബിന മാം ഒരുപാട് സപ്പോർട്ടീവാണ്. ആളോട് ഏത് ടൈമിലും എന്ത് ഡൗട്ട് ചോദിച്ചാലും ആൾ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാം പറഞ്ഞു തരാറുണ്ട്. അതുപോലെ രത്നോമ സാറ് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്, എല്ലാ ടൈമിലും അവൈലബിൾ ആവാറുണ്ട്, ഒരുപാട് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തരാറുണ്ട്. സോ താങ്ക് യു ഇൻ്റർവെൽ ലേണിംഗ്.